200 ഗ്രാം തൂക്കമുള്ളൊരു കിഡ്നി, 200 ഗ്രാമാണ് ഒരു കിഡ്നിയുടെ തൂക്കം. ഈ 200 ഗ്രാം തൂക്കമുള്ള ഒരു കിഡ്നി ഒരു ദിവസം 150 ലിറ്റർ ബ്ലഡ് ഫിൽട്ടർ ചെയ്യും. 150 ലിറ്റർ ബ്ലഡ്. ഇതിൻ്റെ ഒരു 15% ഡയാലിസിസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 15% ഒരു ഡയാലിസിസ് കൊണ്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു 5 ലക്ഷം 6 ലക്ഷം കൊടുത്തൊരു ഡയാലിസിസ് മെഷീൻ വേണം, ഒരു RO വാട്ടർ പ്ലാന്റ് വേണം, ഇത് ചെയ്യാൻ അറിയുന്ന ടെക്നീഷ്യൻസ് വേണം, നഴ്സിംഗ് സ്റ്റാഫ് വേണം, നെഫ്രോളജിസ്റ്റ് വേണം. ഇത്രയും റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്താലും നമ്മളെ 200 ഗ്രാം ദൈവം ഫ്രീ ആയിട്ട് തന്ന 200 ഗ്രാം തൂക്കമുള്ള ആ ഒരു കിഡ്നിൻ്റെ 15% ജോലിയെ ചെയ്യുന്നുള്ളൂ. ഒരു ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ ഓൺ ടേബിൾ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കുറച്ച് മണിക്കൂർക്കുള്ളിൽ വന്നാൽ ഏകദേശം ഒരു 90% ആ കിഡ്നി നമുക്ക് നഷ്ടപ്പെടും. ആ കിഡ്നി എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. ആ മാറ്റുന്ന കിഡ്നി ഒരിക്കലും നമുക്ക് തിരിച്ച് തന്ന ആൾക്ക് കൊടുക്കാനും പറ്റില്ല. ആ കിഡ്നി പോയി. അതിൻ്റെ ഒരു സാധ്യത സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 100 പേർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്കൊക്കെ മാത്രമേ ഉള്ളൂ. അത്രയും അതിൻ്റെ റിസ്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഭാവിയിൽ എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുള്ള റിജക്ഷൻസ്, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരാഴ്ചയിൽ വരാനുള്ള റിജക്ഷൻസ്, ഇത്തരം റിജക്ഷൻസ് വരാം. ഈ ആഴ്ചയിൽ ഒരു ഡയാലിസിസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പ്രയോജനമില്ലാത്തൊരു സംഭവം. ഡയാലിസിസ് ചെയ്യുന്ന രോഗി എന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലിയർ വന്ന് അവരുടെ ക്രിയാറ്റിൻ ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു 15% താഴെയുള്ള ആൾക്കാരായിരിക്കും. CKD സ്റ്റേജ് 5, ഒരു എൻ സ്റ്റേജ് റീനൽ ഡിസീസ് എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതൊരു എൻ സ്റ്റേജ് അല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു പേഷ്യൻസിനെയാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെയാണ് പിന്നീട് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകുന്നത്. 200 ഗ്രാം തൂക്കമുള്ളൊരു കിഡ്നി ഒരു ദിവസം 150 ലിറ്റർ ബ്ലഡ് ഫിൽട്ടർ ചെയ്യും. 150 ലിറ്റർ ബ്ലഡ്. ഇതിൻ്റെ ഒരു 15% ഡയാലിസിസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 15% ഒരു ഡയാലിസിസ് കൊണ്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു 5 ലക്ഷം 6 ലക്ഷം കൊടുത്തൊരു ഡയാലിസിസ് മെഷീൻ വേണം, ഒരു RO വാട്ടർ പ്ലാന്റ് വേണം, ഇത് ചെയ്യാൻ അറിയുന്ന ടെക്നീഷ്യൻസ് വേണം, നഴ്സിംഗ് സ്റ്റാഫ് വേണം, നെഫ്രോളജിസ്റ്റ് വേണം. ഇത്രയും റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്താലും നമ്മളെ 200 ഗ്രാം ദൈവം ഫ്രീ ആയിട്ട് തന്ന 200 ഗ്രാം തൂക്കമുള്ള ആ ഒരു കിഡ്നിൻ്റെ 15% ജോലിയെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ ഒരു ഡയാലിസിസ് ഒരാഴ്ചയിൽ 10-12 മണിക്കൂർ കിട്ടിയാലേ ഒരു CKD 5 അല്ലെങ്കിൽ ഒരു ക്രിയാറ്റിൻ ക്ലിയറൻസ് 15ൻ്റെ താഴെയുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അഡിക്വറ്റ് ഡയാലിസിസ് നമുക്ക് പറയാൻ പറ്റും. നമ്മളൊരു ട്രാൻസ്പ്ലാന്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഒരു ഡയാലിസിസ് എത്തേണ്ട ഒരു സ്റ്റേജ് എത്തുന്നതിൻ്റെ മുന്നേ വരെ നമുക്ക് പ്രിഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റ് വേണമെങ്കിൽ ചെയ്യാം. CKD സ്റ്റേജ് 5 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ പെട്ട ആൾക്കാരെയാണ് നമ്മൾ യൂഷ്വലി ട്രാൻസ്പ്ലാന്റിലോട്ട് എത്തുന്നത്. അതിൻ്റെ മുന്നത്തെ സ്റ്റേജിൽ ട്രാൻസ്പ്ലാന്റ് റെക്കമെൻഡഡ് ആണ്. നമ്മൾ ഒരു CKD സ്റ്റേജ് 4 എത്തുമ്പോൾ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു KDIGO എന്ന് പറഞ്ഞൊരു സംഘടനയാണ് പൊതുവെ കിഡ്നി റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകളൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ KDIGO ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു CKD സ്റ്റേജ് 4 എത്തുമ്പോൾ തന്നെ ഒരു പ്രിഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ഈ പേഷ്യൻസിന് കൊടുത്തിരിക്കും. അപ്പോൾ ചില കേസുകളിൽ ഇപ്പം ഈ ഓർഗൻ കൊടുക്കാൻ ഉള്ള ഒരാൾ അവരുടെ പേരൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ പേരൻ്റ് ചിലപ്പം ഏജ്ഡായി നിൽക്കുന്ന ഒരാളാണ്, ഒരു 60 വയസ്സ് 65 വയസ്സുള്ള ഒരാളാണ്. എന്നാൽ ഇവരെ മക്കൾക്ക് ആർക്കെങ്കിലും കിഡ്നി ഫെയിലിയർ ഉണ്ടോ, അവരെന്തായാലും ഡയാലിസിസിലോട്ട് എത്തും, അത് തുടരേണ്ടി വരും എന്നിവർക്ക് തീർച്ചയായിട്ടും ഒരു ധാരണയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ആ ഒരു പേരൻ്റ് കിഡ്നി കൊടുക്കേണ്ട ആളെ വയസ്സൊക്കെ ഒരു പരിധി വിട്ട് കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സർജറി വരാവുന്ന കോംപ്ലിക്കേഷൻസും റിസ്ക്കും ഒക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പലപ്പോഴും ഒരു പ്രിഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റ് നമ്മൾ പറയാറുണ്ട്. ഇവനിപ്പോൾ ഒരു നല്ലൊരു ഡോണർ ഉണ്ടെങ്കിലും ഈ ഏജും മറ്റൊരു പ്രശ്നം അല്ലെങ്കിൽ പോലും പ്രിഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ്. അതായത് ഡയാലിസിസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റിലോട്ട് കാര്യങ്ങൾ ചെയ്യാം. ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. അത് ഇഷ്യൂ വരുന്നത് നമുക്ക് ഈ ആൾട്രുസ്റ്റിക് ഡൊണേഷൻ എന്ന് പറയും. വോളണ്ടറിലി കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്.
ഇപ്പോൾ നമുക്ക് വോളണ്ടറിലി കിഡ്നി ഡൊണേഷൻ കൊടുത്ത ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. അതിലൊരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. നമ്മുടെ ചിറ്റലപ്പള്ളി സാറൊക്കെ ഇത്തരത്തിലൊരാളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചൊരു മാതൃക വളരെ വലുതാണ്. അതായത് കിഡ്നി ഡൊണേഷനെ കുറിച്ച് ഇത്രയും ഒരു തെറ്റിദ്ധാരണകളും മറ്റും ഉള്ള ഒരു സമയത്ത് അദ്ദേഹത്തിനെ പോലെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ മുന്നോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ പൈസയ്ക്ക് ആവശ്യമില്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വോളണ്ടറി ഡൊണേഷൻ ചെയ്യാൻ ഇപ്പം ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചാൽ പോലും നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ അതിലൊരുപാട് നൂലാമാലകളുണ്ട്. പക്ഷെ അത് ഒരു കണക്കിന് നമുക്കതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതിനെ പല രീതിയിലും ആൾക്കാർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റും. ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പൈസയുടെ ഇൻഫ്ലുവൻസ് കൊടുത്ത് കിഡ്നി വാങ്ങുക, കിഡ്നി കച്ചവടം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ നടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചിട്ടയായ നിയമങ്ങൾ നമ്മളെ നാട്ടിലുണ്ട്. അത് വേണ്ടതും തന്നെയാണ്. പക്ഷെ അത് കാരണം കുറച്ചൊരു ഡിലേ നമ്മുടെ ആ ഒരു ആൾട്രിസ്റ്റിക് ഡൊണേഷനിലോട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിനേക്കാളും നമുക്കൊരു പ്രയാസം, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ലൈവ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ്, ലൈവ്, അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളെ ഒരു കിഡ്നി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ്. പിന്നീട് നമുക്ക് വരുന്നൊരു സംഭവമാണ് ഈ കഡാവറിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ്. മരിച്ചുപോയ, അതായത് ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാൾ, മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവിടെ ഹാർട്ട് ഇടിപ്പുണ്ട്, നെഞ്ചിടിപ്പുണ്ട്, പക്ഷെ ബ്രെയിൻ ഡെത്താണ്. ഒരുപക്ഷെ അവർ വെന്റിലേറ്ററിലാവും. ഒരുപാട് വിവാദങ്ങളും മറ്റുമൊക്കെ നമ്മളിപ്പം കേൾക്കുന്നൊരു സംഭവമാണ്. പല സിനിമകളും തലയിടിച്ച്, കല്ലുകൊണ്ട് തലയിടിച്ച് ബ്രെയിൻ ഡെത്താക്കി ആ കിഡ്നിയോ ലിവറോ എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അങ്ങനെ അതിൻ്റെ മാഫിയ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിവാദങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരാൾക്കും മറ്റൊരാളെ ബ്രെയിൻ ഡെത്ത് ഇൻഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇല്ല. ബ്രെയിൻ ഡെത്ത് അതൊരു നാച്ചുറലി സംഭവിക്കുന്നത്. അതൊരു ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ കൃത്യമായ ഒരു കമ്മിറ്റി ഉണ്ട്, പ്രോട്ടോകോൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത്തരത്തിൽ ഈ പ്രോട്ടോകോൾസ് ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ ഒരാളെ നമുക്ക് ബ്രെയിൻ ഡെത്ത് ആണെന്ന് സർട്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്രെയിൻ ഡെത്ത് ആയി സംഭവിച്ചൊരു രോഗി അല്ലെങ്കിൽ ആ രോഗിയുടെ ബന്ധുക്കൾക്ക് പോലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് അവർക്ക് പറയാൻ പറ്റില്ല ഈ കിഡ്നി ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന്. ഇതിന് മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ് പോർട്ടൽ വഴിയാണ് ഈ ഡൊണേഷൻ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ്, എമർജൻസി, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. വയസ്സ്, അവരുടെ അസുഖത്തിൻ്റെ തീവ്രത, മുന്നേ ഡൊണേഷൻ ലഭിച്ച ആളാണോ, ബ്ലഡ് ഗ്രൂപ്പ്, ഇതിനനുസരിച്ച് ഓരോ ബ്ലഡ് ഗ്രൂപ്പിലൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ലിസ്റ്റ് നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്ര പേര് വെയിറ്റിംഗ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് വളരെ സുതാര്യമായി നടക്കുന്നൊരു സംഭവമാണ്. ഒരു പക്ഷേ ഡോക്ടേഴ്സിന് പോലും ഇന്നിപ്പോൾ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനും അവയവദാനത്തിനെ കുറിച്ച് പറയാനും പേടിയാവുന്നൊരു സിറ്റുവേഷൻ ആയിട്ടുള്ളത്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി. ഒരു 2 ഡെക്കേഡിൻ്റെ മേലെ, 2 പതിറ്റാണ്ടിൻ്റെ മേലെ ആയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ ആ ഒരു ട്രാൻസ്പ്ലാന്റിൻ്റെ റിസൾട്ട്സും ഇപ്പോഴത്തെ ട്രാൻസ്പ്ലാന്റ് റിസൾട്ട്സും നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്, വളരെ അഡ്വാൻസ്ഡ് ആണ്. അതെ, നമ്മൾ ഈ റിജക്ഷൻ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഉടനെ സംഭവിക്കുന്നൊരു ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻസ്. ഇത്തരം റിജക്ഷൻസ് ആണ് ഭയാനക്. ഒരു ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ ഓൺ ടേബിൾ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വന്നാൽ ഏകദേശം ഒരു 90% ആ കിഡ്നി നമുക്ക് നഷ്ടപ്പെടും. ആ കിഡ്നി എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. ആ മാറ്റുന്ന കിഡ്നി ഒരിക്കലും നമുക്ക് തിരിച്ച് തന്ന ആൾക്ക് കൊടുക്കാനും പറ്റില്ല. ആ കിഡ്നി പോയി. അതിൻ്റെ ഒരു സാധ്യത സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 100 പേർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്കൊക്കെ മാത്രമേ ഉള്ളൂ. അത്രയും അതിൻ്റെ റിസ്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഭാവിയിൽ എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുള്ള റിജക്ഷൻസ്, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരാഴ്ചയിൽ വരാനുള്ള റിജക്ഷൻസ്. ഇത്തരം റിജക്ഷൻസ് വരാം. അത് പക്ഷേ എങ്കിൽ പോലും ഈ റിജക്ഷൻസ് ഇപ്പം നമ്മൾക്ക് ഈ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ അവയവം നമുക്ക് എടുത്തു വെക്കുകയാണ്. അപ്പോൾ മറ്റൊരാളെ ബോഡിയിൽ നിന്ന് എന്ത് തന്നെ നമ്മൾ ബോഡിയിലോട്ട് വന്നാലും അതിനെതിരെ നമ്മുടെ പ്രതിരോധ ശക്തി ആക്ട് ചെയ്യും. അത് റിജക്റ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ റിജക്ഷൻ വരാതിരിക്കാൻ, അത് മറ്റൊരാളൊരു അവയവമാണെന്ന് നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ, നമ്മുടെ ബോഡി തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ആ റെസിപ്പിയന്, അവയവം ലഭിക്കുന്ന ആളുടെ പ്രതിരോധ ശക്തി നമ്മൾ ഒരുപാട് കുറയ്ക്കും. ഒരുപാട് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ടോളറേറ്റ് ചെയ്യുന്ന ലിമിറ്റിലോട്ട്, അവർക്ക് അതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും വരാത്തൊരു ലെവലിൽ, എന്നാൽ
ഈ അവയവം റിജക്റ്റ് ആവാത്തൊരു ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. നല്ലൊരു ക്ലീൻ അറ്റ്മോസ്ഫിയറിലൊക്കെ പേഷ്യന്റ്. അതെ, അപ്പോൾ ഇങ്ങനെ ഈ പ്രതിരോധ ശക്തി കുറയ്ക്കേണ്ട മരുന്നുകൾ കൊടുക്കുമ്പോൾ അവർക്ക് ഐസൊലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ ആദ്യത്തെ ചിലപ്പോൾ ഒരു 5 ദിവസമൊന്നും ആരെയും കാണിക്കാത്തത്. അവർ സ്ട്രിക്റ്റ് ഐസൊലേഷൻ ICUലായിരിക്കും. അപ്പോൾ ആ തരത്തിൽ ഒരു കെയറൊക്കെ ഇനീഷ്യൽ പീരിയഡിൽ വേണം. കാരണം അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മരുന്നുകൾ മറ്റുമൊക്കെ പ്രതിരോധ ശക്തി കുറയ്ക്കാൻ കൊടുക്കുന്നത്. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ മരുന്നുകളുടെ ഡോസൊക്കെ കുറച്ച് ഒരു മിനിമം ലെവൽ, അപ്പോഴേക്കും നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മരുന്നുകളൊക്കെ ഇപ്പം പണ്ടത്തേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിജക്ഷൻ്റെ സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് മരുന്നുകളുണ്ട്, ഒരുപാട് പ്ലാസ്മ എക്സ്ചേഞ്ച് പോലുള്ള തെറാപ്പീസ് ഉണ്ട്, നമുക്ക് IV ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പോലെ ഒരുപാട് അഡ്വാൻസ്ഡ് തെറാപ്പീസ് ഇപ്പം നമുക്കിതിനുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ റിജക്ഷൻ ഒട്ടും വരില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. വരാനുള്ള സാധ്യത കുറവാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാനും ഒരു നല്ല ശതമാനം ചാൻസ് ഉണ്ട്. അതിലാകെ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഈ ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്ന ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന റിജക്ഷൻ. അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്ന ഒരു 100 പേരിൽ ഒന്നൊക്കെയാണ് ഇപ്പോഴത്തെ അധികം നമ്മൾ വർക്ക് ചെയ്യുന്ന സെൻറ്റേഴ്സിലൊക്കെ കാണുന്നത്. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നെല്ലാവരും പറയാനുള്ള കാരണം എങ്ങനെയെങ്കിലും ഈ ഡയാലിസിസ് ഒഴിവായി കിട്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അവർ വീണ്ടും ഡയാലിസിസിലോട്ട് പോവാന്ന് പറയുന്ന ഒരു നല്ല ലക്ഷണമല്ല. യൂഷ്വലി ഒരു നല്ല ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു കിഡ്നി ഫങ്ഷൻ ഇമീഡിയറ്റ്ലി കിട്ടുന്ന ഒരാൾക്ക് പിന്നീട് ഡയാലിസിസിൻ്റെ ആവശ്യം വരുന്നില്ല. ആ വെച്ച കിഡ്നി വർക്ക് ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് ഡയാലിസിസിൻ്റെ ആവശ്യം പിന്നീട് വരുന്നില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഡിലേഡ് ഗ്രാഫ് ഫങ്ഷൻ എന്നൊക്കെ പറയും. നമ്മൾ ഈ കിഡ്നി വെച്ച ഉടനെ ആ ഒരു ഇനീഷ്യൽ പീരിയഡിൽ വേണ്ട രീതിയിൽ ആ കിഡ്നി വർക്ക് ചെയ്യാത്ത രീതിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിലേ ചിലപ്പം ഈ ഇതിൽ വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ചിലപ്പം കുറച്ച് ഡയാലിസിസ് ആ ഒരാഴ്ച പീരിയഡിലൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കാം. എന്നാലും നല്ല ഒരു ബഹുഭൂരിപക്ഷം തന്നെ പറയാം വരുന്ന ട്രാൻസ്പ്ലാന്റ് കേസുകളും പിന്നീട് ഡയാലിസിസ് ഒരു നോർമൽ ഫങ്ഷനിങ് കിഡ്നി ആണെങ്കിൽ വേണ്ടി വരുന്നില്ല. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഈ സർജറി കഴിഞ്ഞ് ആ ഒരു കിഡ്നിയുടെ രക്തക്കുഴലുകൾ കൂട്ടിപ്പിടിപ്പിച്ച് ആ ക്ലാമ്പ് റിലീസ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു കിഡ്നി നല്ല വെളുത്ത് വൈറ്റ് ആയിട്ടുള്ള ആ ഒരു കിഡ്നി നല്ലൊരു പിങ്ക് കളറായിട്ട് മാറും. നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ആ യൂറിൻ വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ പേഷ്യൻസിന് ഇതിന് എത്രയോ കാലത്തിന് ശേഷം ഈ യൂറിൻ വരുന്നത്. അതെ, അപ്പോൾ ഏതൊരു നെഫ്രോളജിസ്റ്റിനും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഒരു ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ യൂറിൻ ഉറ്റി വരുന്ന കണ്ടാൽ അത് പറയുന്ന ആൾക്കാർക്ക് അത് കേട്ടാൽ എന്തായാലും പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ തീർച്ചയായിട്ടും ഒരാളുടെ ജീവൻ മാറുന്നത് ആ ഒരു നിമിഷത്തിലാണ്.